ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസിൻ്റെ അഗ്നി പരീക്ഷ എപ്പിസോഡ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൽ ആങ്കറിങ് ചെയ്യുന്നത് നമ്മുടെ റെനീഷയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ 3 ജഡ്ജസ് ആണുള്ളത്: രഞ്ജിനി, അഖിൽമാര, റിയാസ്. ഇവർ മൂന്നാളും തമ്മിൽ കച്ചറയാവുമോ എന്നുള്ള സംശയം എനിക്ക് ഇപ്പോഴേ തോന്നി തുടങ്ങുന്നുണ്ട്. കൊടുക്കൽ വാങ്ങലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് 40 പേരാണ്. അതിൽ 20 പേരെ ആദ്യം ഒരു ഗെയിം വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല, റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. രഞ്ജിനി, അതുപോലെ തന്നെ റിയാസ്, അഖിൽമാരാർ, ഇവർ മൂന്നാളും കൂടി ഓരോരോ ഗ്രൂപ്പാക്കിയിട്ട് ഈ എടുത്ത 20 പേരെ തിരിച്ചു. അവർക്ക് ഓരോ ഗെയിംസുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 3 ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിനെ കൊണ്ട് ഓരോ ഗെയിംസ് ചെയ്യിപ്പിക്കുന്നു. അതിൽ ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെ നോക്കിയിട്ട് എടുക്കുന്നു. അതിൽ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഒരു അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി, ഒരു ചെയിൻ കൊടുക്കുന്നു. അതിനെന്തോ ഒരു മീൻസ് മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ പവറുള്ള ടൈപ്പായിരിക്കാം. അതിനുശേഷം ബാക്കി ഉണ്ടാവുന്ന മീൻസ് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ കളിച്ച് ജയിച്ച ആൾക്കാരെ മാറ്റിയിട്ട് ബാക്കി തോറ്റു പോയിട്ടുള്ള ആൾക്കാരെ ഡേഞ്ചർ സോണിലേക്ക് വിടുകയാണ്. അവരെ ഈ ഡേഞ്ചർ സോൺ എന്നുള്ളൊരു വേർഡ് മാറ്റിയിട്ട് അവരെ അതിനെ ഔട്ട് ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്നവർ ശരിക്കും ഡേഞ്ചർ സോണിലാണ്. അവർക്ക് വീടിന് പുറത്തേക്കോ അകത്തേക്കോ ആ ഒരു ലെവലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ ഔട്ട് ഹൗസിലും കുറച്ച് പേര് ജയിച്ച് അവരുടെ സീറ്റിലേക്കും പോവുകയാണ്. അത് കഴിയുമ്പോൾ തന്നെ എപ്പിസോഡ് ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്യാനാവും. അപ്പം നാളത്തേക്കുള്ളൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള 20 പേര് എന്തായാലും അവർ കഷ്ടപ്പെട്ട് വന്നതാണല്ലോ, അപ്പോൾ അവർക്കൊരു ചാൻസും കൂടെ കൊടുക്കാം. അപ്പോൾ നാളത്തെ എപ്പിസോഡിലായിരിക്കും ബാക്കി 20 പേരെ സെലക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഗെയിം ആയിരിക്കും. അപ്പോൾ ആ ഗെയിമിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇവരിലേക്ക് ജോയിൻ ചെയ്യലായിരിക്കും. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയാണ് ഫസ്റ്റ് എപ്പിസോഡിലുള്ളത്. ഈ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഉള്ള അപ്ഡേഷൻസ് കിട്ടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് കാണാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.